ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദനയാണ്. അപ്പൊ വേദ നേരെ വിക്രത്തിന്റെ റൂമിലേക്ക് വരുവാണ്. അപ്പൊ വിക്രം ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ വല്ലാണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ വള എടുത്തതിന്റെ പേരിൽ എല്ലാവരുടെയും എന്താ പറയാ വായിൽ നിന്നൊക്കെ നന്നായിട്ട് കേട്ടു. അതിനുശേഷമാണ് വിക്രം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് വേദ കയറി വരുന്നത്. അപ്പൊ കേറി വന്നപടി വിക്രം പറയാണ്, ഏറിയാൽ ഒരാഴ്ച, അതിനുള്ളിൽ നിന്റെ സ്വർണം ഞാൻ എടുത്തു തന്നിരിക്കാം. അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ, പിന്നെ നീ എന്തിനാടി ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? അയ്യോ ഞാനോ എന്ന് ചോദിച്ചു. പിന്നെ നിന്റെ ഓർണമെന്റ്സ് പോയത് ഈ വീട്ടിലെങ്ങനെ അറിഞ്ഞു? വള കാണാനില്ലെന്ന് ഞാൻ പറഞ്ഞതായോ കുറ്റം? ഈ വീട്ടില് എല്ലാവരും കുറ്റം പറയുമ്പോ അമ്മ മാത്രമേ എന്റെ ഭാഗത്തുണ്ടായിരുന്നുള്ളൂ. നീയായിട്ട് അതും ഇല്ലാതാക്കി അല്ലേ? അമ്മയ്ക്ക് അങ്ങനെ ആരെയും വെറുക്കാനൊന്നും കഴിയില്ല. പിന്നെ ഇനി ദേഷ്യമോ വിഷമോ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളായി വരുത്തി വെച്ചതല്ലേ? നിങ്ങൾക്ക് ആ വള വേണമായിരുന്നെങ്കിൽ നേരിട്ട് ചോദിക്കായിരുന്നില്ലേ? ആരും അറിയാതെ ഞാൻ തരുവായിരുന്നല്ലോ. ചോദിക്കാതിരുന്നോണ്ടാണോ അപ്പൊ എല്ലാരെയും അറിയിച്ച് ബഹളം വെച്ചത്? വീണ്ടും അത് തന്നെ പറയുന്നു. ഞാൻ ബഹളം വെച്ചതല്ല. ഞാൻ കാണാതെ നോക്കിക്കൊണ്ടിരുന്നപ്പോ അച്ഛനും അമ്മയും വന്നു. എന്താ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ അമ്മയോടാ പറഞ്ഞത്. അപ്പോഴേക്കും അച്ഛൻ അതങ്ങ് ഏറ്റെടുത്തു. വീട്ടിൽ വള കാണാണ്ടായെങ്കിൽ അതാരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞത് വിനായകൻ ചേട്ടനാ. അപ്പോഴാ അച്ഛൻ എല്ലാവരെയും കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് നിങ്ങൾ എത്തുന്നത് പോലും. വിക്രത്തിന് മിണ്ടാൻ പറ്റുന്നില്ല. വിക്രം ഇങ്ങനെ മിണ്ടാതെ കുറെ നേരം നിന്നുട്ടോ. ഇന്ന് അമ്മ അതിനെപ്പറ്റി ചോദിച്ചപ്പോ വിക്രം എന്തിനാ ഒരു തെറ്റ് ചെയ്തതുപോലെ ഏറ്റു പറഞ്ഞത്? പറ. വിക്രത്തിന് ഞാൻ എടുത്തത് എന്റെ ഭാര്യയുടെ വളയാണെന്നും അത് മറ്റാരും അന്വേഷിക്കണ്ടെന്നും തുറന്നു പറയായിരുന്നില്ലേ? എന്നിട്ട് വേണം നിനക്ക് നിന്നെ അംഗീകരിച്ചു എന്ന് വീട്ടുകാരുടെ മുന്നിൽ അംഗീകരിക്കാൻ അല്ലേ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമെന്ന് നീ വിചാരിക്കണ്ട. അപ്പൊ അംഗീകരിക്കാൻ മാത്രമാണ് പ്രശ്നം. എന്റെ മുതലെടുത്ത് വിൽക്കാനോ പണയം വെക്കാനോ ഒരു പ്രശ്നവുമില്ല അല്ലേ? നിന്റെ മുതല് വിട്ടു തുളച്ചിട്ടില്ല. ഏറിയാൽ ഒരാഴ്ച, അതിനുള്ളിൽ തിരിച്ചെടുത്തു തന്നിരിക്കും. ഇനിയിപ്പോ നിങ്ങൾ അത് തിരിച്ചു തന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാരണം എന്നെ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളെ ഭർത്താവായിട്ട് കണ്ടു തന്നെയാ ഇവിടെ കഴിയുന്നത്. ഒന്ന് ഇറങ്ങി പോന്നുണ്ടോ നീയെ? അല്ലെങ്കിലും ഞാൻ ഈ മുറിയിൽ താമസമൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. ആദ്യം ഈ മുറി ഒരാൾ പെരുമാറ്റമുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കണം. ഇത്തിരി വൃത്തിയും മെനയും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. ദേ, ഒരാൾക്ക് പോലും കെടുക്കാൻ പറ്റാത്ത ഈ കട്ടില് അതും മാറ്റണം. പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം, അല്ലേ വിക്രമേട്ടാ? ഡി എന്ന് വിളിച്ചോ. ഷോ, ചൂടാവാതെ ചൂടാവാതെ, കൂൾ കൂൾ മാൻ. അവിടെ വെറുതെ ഇരുന്നപ്പോ നിങ്ങൾക്ക് ആ വള എടുക്കാൻ തോന്നിയില്ലേ? കാരണം എന്താണെന്നറിയോ? അതില് നിങ്ങൾക്കൂടി അവകാശമുണ്ടെന്നുള്ള തോന്നലാ. വേറെ ആരുടെയും സ്വർണമോ മുതലോ ഒന്നും എടുക്കാൻ തോന്നിയില്ലല്ലോ. ഉവ്വോ, അയ്യടാ, ഞാൻ അവകാശം ഉണ്ടെന്ന് തോന്നിയിട്ടല്ല, പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോ എടുത്തുപോയി. എന്നാ പിന്നെ രണ്ടെണ്ണത്തില് ഒരെണ്ണം മാത്രം എന്തിനാ അവിടെ വെച്ചിട്ട് പോയത്? അത് പിന്നെ ഒന്നിന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട്. അപ്പോ ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടിയായി എടുത്തത്, അല്ലാതെ വെറുതെ ഇരിക്കുന്ന സ്വർണം കട്ടെടുക്കാനൊന്നും തോന്നിയതല്ല. അതെ, അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് മോഷ്ടിക്കായിരുന്നെങ്കിൽ ഒരെണ്ണം മാത്രമായിട്ട് അവിടെ വെച്ചിട്ട് പോവില്ലല്ലോ. അതെനിക്കറിയാം. അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഒരു നയാ പൈസ കുറയാതെ എന്റെ വീട്ടുകാർക്ക് മുന്നിൽ വലിച്ചെറിഞ്ഞ ആള് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്റെ വളയെടുക്കില്ല. അതെനിക്ക് ഉറപ്പാ. ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിനായിരിക്കും ആ വളയെടുത്തിട്ടുണ്ടാവുക. അതെന്താണെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനോട് ചേർന്ന് ആരും അറിയാതെ ആ കാര്യം നടത്തിയെടുത്തേനെ. ഒരു കാര്യം ശരിയാ, പെട്ടെന്ന് കാണാതായപ്പോ ഞാനേ ആകെ പരിഭ്രമിച്ചു പോയതുകൊണ്ടാ ഇത്രയും കുഴപ്പമുണ്ടായത്. ശരിക്കും വിക്രം തന്നെയായിരിക്കും അതെടുത്തിരിക്കാന്ന് വിചാരിച്ച് വൈകുന്നേരം വരെ അതൊന്ന് കാത്തിരുന്നെങ്കിൽ ആരും അറിയാണ്ട് പോയേനെ. സോറി സോറി വിക്രം, സാരമില്ല. ഇനി മുതല് ഇനി എങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആരോടും പറയാണ്ടേ വിക്രം വരുന്നത് വരെ ഞാൻ കാത്തിരുന്നോളാം. മതി, നീ ഒന്ന് നിർത്ത്. ഒരു പൊട്ട ബുദ്ധിക്ക് സംഭവിച്ചു പോയി. ഇനി അങ്ങനെ ഉണ്ടാവില്ല, പോരെ? അതിൽ എന്തിനാ വിക്രം ഇത്രയും ബഹളം വെക്കുന്നത്? അത് കൊണ്ടുപോയത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അതാദ്യം വീട്ടുകാരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. വെറുതെ കള്ളൻ എന്ന പേര് വരുത്തി വെക്കാൻ എളുപ്പമാ. ആ പേര് മായ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും അതുകൊണ്ടാ ഈ പറയണത് എന്ന് പറഞ്ഞു.
അപ്പൊ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ വേദ അങ്ങ് പോയി. വിക്രത്തിന് ഇതൂടെ കേട്ടിട്ട് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. വിക്രം ആ ടേബിളിലൊക്കെ 2 ഇടിയൊക്കെ ഇടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യാനാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ കാണുന്നത് വിശ്വത്തിനെയാണ്. വിശ്വതേന്റെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുക. നീ 2 ദോശയും കൂടി ഇട് എന്ന് പറഞ്ഞു. അപ്പൊ 2 കൂടി ഇട്ടു. നീ ഇങ്ങോട്ട് എടുക്കുന്നേ, അത് ബാക്കിയുള്ളവർക്ക് വേണ്ടേ, അവരൊക്കെ കഴിച്ചു പോയതല്ലേ, വെറുതെ എടുത്തു വെച്ച് കേടാക്കുന്ന എന്തിനാ? വിക്രവും വേദയും കഴിച്ചിട്ടില്ല. ഇന്നത്തെ മൂഡ് അനുസരിച്ച് കഴിക്കാൻ വരാൻ സാധ്യതയില്ല. ആ സാമ്പാറിങ് എടുക്ക് ശ്രീജെ എന്ന് പറഞ്ഞ ആക്രാന്തം പോലെ വലിച്ചു വാരി തിന്നാണ് കേട്ടോ വിഷു അവിടെ ഇരുന്ന്. അപ്പം ശ്രീജയ്ക്ക് ആകെ സങ്കടമാണ് കേട്ടോ. പാവം വിക്രം എല്ലാവരോടെ കള്ളാന്ന് വിളിച്ചപ്പോ അവന്റെ മുഖമാകെ മാറിപ്പോയി. കള്ളനെ പിന്നെ എടാ ഹരിചന്ദ്ര എന്ന് വിളിക്കാൻ പറ്റുമോ ശ്രീജെ? അവനെ അങ്ങനെ മോഷ്ടിക്കുന്ന ആളൊന്നും അല്ല. ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു പേര് കേൾപ്പിച്ചിട്ടുണ്ടോ? എടി, ഓരോന്നിനും ഒരു കാലമുണ്ട്. അച്ഛൻ പറയാനുള്ളത് വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം. അതുപോലെ അവന് മോഷ്ടിക്കാനും ഒരു കാലം. അത്രേ ഉള്ളൂ. അത് കറക്റ്റാ. ഓരോന്നിനും ഓരോ കാലം. ഒരു കാര്യത്തിന് മാത്രം ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു കാലം. അയ്യോ, അതേത് കാലം? ഇരുന്നുണ്ണാനുള്ള കാലം. അതെ. പിന്നെ അവൻ മോഷ്ടിച്ചല്ലെന്ന ഇവിടെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും വേദയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശ്രീജ ദോശ എടുത്തോണ്ട് പോവാ. അതുകൊണ്ട് പോവാണോ? കഴിച്ചത് മതി. ഇവിടെ വേറെ ആൾക്കാരുണ്ട്. ഇനി അവർക്ക് വേണ്ടി വീണ്ടും ചൂടാൻ എനിക്ക് വയ്യ വിഷയട്ടാ. ചെറുപ്പം വിക്രം നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തായിരിക്കും. ആണെങ്കിലും അല്ലെങ്കിലും ദോശയില്ല, ഏറ്റില്ല. 2 ദോശയും കൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ് വിശ്വം. പക്ഷെ ചീറ്റിപ്പോയി. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് നന്ദിനിനെയാണ്. അപ്പൊ റൂമിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിനായകൻ വന്നു. വാതിലൊക്കെ അടച്ച് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഞാൻ ശരിക്കും രാവിലെ ഒന്ന് പേടിച്ചു പോയിട്ടോ. അതെന്തിനാ? ആ വള കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ ആദ്യം നിന്റെ മുഖത്താ നോക്കിയത്. പക്ഷെ നിന്റെ മുഖത്താണെങ്കിൽ ഭയങ്കര അങ്കലാപ്പും. അത് പിന്നെ എവിടെ വെച്ചിരുന്ന ഒരു വള കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ ടെൻഷൻ തോന്നില്ലേ? അത് കണ്ടപ്പോഴാ എനിക്ക് ടെൻഷൻ വന്നത്. ഞാൻ ഓർത്ത എന്താണെന്നറിയോ? നീ എങ്ങാനും എടുത്തോന്ന് ഓർത്താ. ഞാനോ? ഞാൻ പിന്നെ എന്തിനാ അവളുടെ വള എടുക്കുന്നത്? സാധാരണ സ്വർണം കാണുമ്പോ നിനക്കാണല്ലോ ഇളക്കം. തമാശിച്ചതാണോ? അല്ല, തമാശ അല്ലടി. എങ്ങാനും നിനക്കെടുക്കാൻ തോന്നിയിരുന്നെങ്കിൽ കഷ്ടകാലത്തിന് ഞാൻ ആരെങ്കിലും എടുത്തു എന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ നിങ്ങളുടെ വീട്ടില് ആരുടെയും സ്വർണം അടിച്ചു മാറ്റേണ്ട ഗതികേട് ഈ നന്ദിനിക്ക് വന്നിട്ടില്ല. അത്യാവശ്യത്തിന് സ്വർണവും പണവും ഒക്കെ തന്നിട്ട് തന്നെയാ ഇങ്ങോട്ട് വെട്ടിച്ചു വിട്ടത്. അതൊക്കെ ആരായി എടുത്തതെന്നും പണയം വെച്ചതെന്നും ഞാൻ പറയണോ? അത് പിന്നെ ബാങ്ക് ലോക്കർ സുരക്ഷിതമായിട്ടില്ലേ മാസം പലിശ എടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ സ്വർണം കണ്ട കൺട്രോള് പോകുന്ന ഇനി മേലിൽ പറഞ്ഞേക്കല്ലേ. അത് ഞാൻ തമാശക്ക് പറഞ്ഞതല്ലേ നന്ദിനി. പണയം വെച്ചത് എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, എടുത്തു കൊണ്ടെന്ന് വെച്ചാ അതിനുള്ള കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് കണക്ക് പറയേണ്ടി വരില്ലേ? നീയെ ആ സ്വർണം സൂത്രത്തിൽ നമുക്ക് അച്ഛനെ കൊണ്ട് തന്നെ എടുപ്പിക്കാടി. നീ സമാധാനപ്പെട്. അയ്യോ, സോപ്പിട്ട് പതപ്പിക്കല്ലേ. ഈയിടെയായിട്ട് നിങ്ങൾക്ക് എന്നെ ഇത്തിരി ഇകഴ്ത്തി സംസാരിക്കുന്ന സ്വഭാവം ഇത്തിരി തുടങ്ങിയിട്ടുണ്ട്. എനിക്കോ? പോടി അവിടുന്ന് എന്ന് പറഞ്ഞു. ഓക്കെ ഉണ്ട്. ഏതൊക്കെ അവള് വന്നതിന് ശേഷം മാത്രമാണ് എനിക്കറിയാം. ആര്? വേദ. അയ്യേ, അവൾ എന്റെ അനിയന്റെ ഭാര്യയല്ലേ? അതെ. അവളോളം സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാന്ന് തോന്നല് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഓരോരുത്തർക്ക് വിധിച്ചതല്ലേ കിട്ടൂ. എനിക്ക് വിധിച്ചത് നിന്നെയായിരുന്നു. നിങ്ങൾക്ക് കിട്ടിയതേ എന്നെ കിട്ടിയത് ലോട്ടറി അടിച്ചെന്ന് വിചാരിച്ചാൽ മതി. എന്റെ വിനയേട്ടാ, നിങ്ങൾ കാണിക്കുന്ന സകല കള്ളത്തരത്തിനും ഞാൻ കൂട്ടു നിൽക്കാറില്ലേ? അതുകൊണ്ട് കുറച്ച് ബാങ്ക് ബാലൻസ് എങ്കിലും ഉണ്ട്. അത് ശരിയാ. നീ സത്യ നേർമയുള്ള ഒരുത്തിയായിരുന്നെങ്കിൽ ഞാൻ തെണ്ടിപ്പോയേനെ. ഞാൻ ഉദ്ദേശിച്ചതേ ശ്രീജയടത്തിയെ പോലെയോ വേദയെ പോലെയോ ആയിരുന്നെങ്കിൽ വീട്ടു ചെലവൊക്കെ എന്റെ തലയിൽ വന്നേനെ. അപ്പൊ നന്ദിനിയുടെ ഗുണം അറിയാല്ലേ? പിന്നെ എന്നാ പിന്നെ വിനായകൻ വേഗം കടന്നു ഉറങ്ങാൻ നോക്കണം. അല്ല നന്ദിനി, അത് പിന്നെ ആ ലൈറ്റ് ഓഫ് ചെയ്ത് ആ കതക് ഉടച്ച് കിടന്ന് ഉറങ്ങിയാട്ടെ എന്ന് പറഞ്ഞു. എണിച്ചു പോ അവിടുന്ന്, കോഞ്ചാൻ കണ്ടൊരു സമയം എന്ന് പറഞ്ഞിട്ട് വേഗം നന്ദിനി കയറി കിടന്നു. രക്ഷയില്ല. പിറ്റേ ദിവസം രാവിലെ മാഷ് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കമല കൊണ്ടുവന്ന് ചായ കൊണ്ട് കൊടുക്കണം. ഈ സമയത്താണ് ഒരു ഓട്ടോറിക്ഷ വന്ന് അവിടെ നിൽക്കുന്നത്. അപ്പൊ ദേ ഒരു പുതിയ അതിഥിയാണ് കേട്ടോ ദേഹത്തേക്ക് കയറി വരുന്നത്. വേദ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിരിക്കുകയാണ്. ദേ മാഷേ, ദേ ജീന വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കമല. വാ മോളെ എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് ജീനയെ സ്വീകരിക്കുന്നത്. അപ്പൊ കയറി വന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് മാഷേ എന്ന് പറഞ്ഞു. കുറെ കാലമായല്ലോ ജീന ഇത് കണ്ടിട്ട്. അമ്മയ്ക്ക് സുഖല്ലേ? മാഷിനോ? സുഖമായിട്ടിരിക്കുന്നു മോളെ എന്ന് പറഞ്ഞു.
അപ്പോഴേക്കും നന്ദിനിയും അതുപോലെ തന്നെ ശ്രീജയും വന്നു. നീ വിദേശത്ത് പോയില്ലേ? വിസയൊക്കെ ശരിയായതാ. അപ്പോഴാ അമ്മയ്ക്ക് അസുഖമില്ലാതായത്. മേരിക്ക് എന്തു പറ്റി? ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് കമല. അതെ, വയറ്റിലൊരു മുഴ, അതായിരുന്നു പ്രശ്നം. ഡോക്ടറെ കാണിച്ചതാ. സംശയം തോന്നി ടെസ്റ്റ് ചെയ്തപ്പോ 3rd സ്റ്റേജ് എത്തിയിരിക്കുന്നു. സ്പ്രെഡ് സ്കാൻ ചെയ്തപ്പോ സ്പ്രെഡ് ഇല്ല. വേഗം സർജറി വേണോന്ന് പറഞ്ഞു. ഇന്നലെ സർജറി കഴിഞ്ഞു. ഇന്ന് ഒന്നും അറിഞ്ഞില്ല കേട്ടോ മോളെ എന്ന് പറഞ്ഞു. അപ്പൊ വേദ അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ വേദയെ നോക്കിയിട്ട്, നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത് അല്ലേ എന്ന് ചോദിച്ചു. അതെ, നീ വന്ന കാര്യം നിൽക്കാതെ അകത്തേക്ക് വാ, നമുക്ക് അകത്തിരിക്കാം. വേണ്ടമ്മേ, ഞാൻ വിക്രത്തെ ഒന്ന് കാണാൻ വന്നതാ. അപ്പൊ മാഷി ചോദിക്കുകയാണ്, എന്തിനാ? നോക്കൂട്ടി, അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുന്നതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ ജീനയ്ക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ വീട്ടിൽ നിന്ന് മോഷണം തുടങ്ങിയിട്ടുള്ളൂ. നാളെ ചിലപ്പോ അത് പുറത്തുനിന്ന് ആരംഭിക്കും. അതുകൊണ്ട് അറിയാതെ ചിലപ്പോ നീ അത് കരുവായി മാറും. അതുകൊണ്ട് മാറി നിൽക്കുന്നതാ നിനക്ക് നല്ലത്. മാഷേ, തല്ലാനും മോഷ്ടിക്കാനും നടക്കുന്നവരുടെ മനസ്സിൽ മറ്റുള്ളവരുടെ ദയ കാണില്ല കമലെ. അത് നമ്മളെ മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാ എന്ന് മാഷു പറഞ്ഞു. അപ്പൊ ശ്രീജ പറയാണ്, ജീന അകത്തേക്ക് വാ ജീന എന്ന് പറഞ്ഞു. എനിക്ക് സമയമില്ല ചേച്ചി, അതുകൊണ്ടാ ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കൊന്ന് കയറിയതാ. എന്നാ ജീന നിൽക്കുക, ഞാൻ പോയി വിക്രമിനെ വിളിക്കാം എന്ന് പറഞ്ഞു നന്ദിനി. വേണ്ട, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു വേദ. വേണ്ട, ഇതൊന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ജീന ആ ബാഗിൽ നിന്ന് വേദയുടെ വള ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഈ വള കണ്ടപ്പോഴത്തേനും മാഷും വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിയിട്ടോ. അപ്പൊ എല്ലാവരും അതിശയത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ശ്രീജയടുത്ത് ചോദിച്ചു, വേദ ഇതല്ലേ ആ വള? അതെ, അത് തന്നെയാ വള എന്ന് പറഞ്ഞു. ചോദിക്കാണ്, മോളെ നിനക്ക് എവിടുന്ന് കിട്ടി ഈ വള എന്ന് ചോദിച്ചു. ഇതോ ഇന്നലെ വിക്രം തന്നതാ അമ്മേ എന്ന് പറഞ്ഞു. അപ്പൊ ഞെട്ടിപ്പോയി എല്ലാവരും. ഇതെന്ത് പറ്റി, എങ്ങനെ സംഭവിച്ചു എന്നൊന്നും അറിയില്ലല്ലോ എന്ന് ഓർത്താട്ടോ. എനിക്ക് മനസ്സിലായില്ല. അമ്മയുടെ ഓപ്പറേഷന് മുൻപ് ക്യാഷ് അടയ്ക്കണമായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിട്ടൊന്നും ക്യാഷ് റെഡിയായതേ ഇല്ല. അതുകൊണ്ട് അവസാനം വിക്രമിനെ വിളിച്ച വിവരം പറഞ്ഞത്. വിക്രം അപ്പൊ തന്നെ ആശുപത്രി വന്ന എന്നെ ഇത് ഏൽപ്പിക്കായിരുന്നു. അതുകൊണ്ടാ എന്നിത് കാര്യം സാധിച്ചു കിട്ടിയത്. വൈകിട്ടോടെ പണം ശരിയായി. രാവിലെ തന്നെ പണയം വെച്ചത് ഇപ്പൊ തന്നെ ഞാൻ തിരിച്ചു കയ്യോടെ എടുത്തോണ്ട് വന്നത്. ആ സമയത്ത് ഇത് കിട്ടിയത് വലിയ അനുഗ്രഹമായി മാഷേ. നമ്മുടെ ആശുപത്രിയുടെ സ്വഭാവം അറിയാലോ. കാശടച്ചില്ലെങ്കിൽ ഒരു ദയയില്ലാത്ത മനുഷ്യരാ. ദാ ഇത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ മാഷിന്റെ മുഖത്തേക്ക് കമല ഒരു നോട്ടം നോക്കിയിട്ടോ. മാഷ് ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ അക്ഷരം പ്രതി മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ വിക്രം ഉറക്കമൊക്കെ എഴുന്നേറ്റ് വരുന്നത്. ഹായ് ജീന എന്ന് പറഞ്ഞു. താനെന്തേ രാവിലെ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചോ. ഞാൻ ഈ വള തിരിച്ചു തരാൻ വന്നതാടോ തനിക്ക്. വൈകിട്ടായപ്പോഴേക്കും ക്യാഷ് ശരിയായിരുന്നു. രാവിലെ തന്നെ തിരിച്ചെടുത്തു. അതാ ദേ ഇവളുടെയാ, ഇവക്ക് കൊടുത്തേരെ എന്ന് പറഞ്ഞു വേദയോട്. വേദയുടെ കയ്യിലേക്ക് കൊടുത്തേരെ എന്ന് പറയാണ്. അപ്പൊ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നു എല്ലാവരും. ആ സമയത്ത് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാ സോറി എന്ന് വിക്രം വേദയോടും പറഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് പറയുന്നത്. അപ്പൊ കമലയാണെങ്കിൽ സങ്കടപ്പെട്ടിങ്ങനെ വിക്രത്തെ നോക്കി നിൽക്കുകയാണ് നിശബ്ദയായിട്ട്. അമ്മ പേടിക്കണ്ട, പേടിക്കൊന്നും വേണ്ട. എന്തായാലും ഞാൻ മോഷണമൊന്നും തുടങ്ങിയിട്ടില്ല. അമ്മ പോയി എനിക്കൊരു കടുപ്പത്തിലൊരു ചായ എടുക്കമ്മേ എന്ന് വിക്രം ഇങ്ങനെ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ കമലയുടെ കണ്ണൊക്കെ നിറഞ്ഞു വിക്രത്തെ ഓർത്ത് സങ്കടപ്പെട്ടതിന്. ജീന അത് വേദയ്ക്ക് കൊടുത്തേരെ എന്ന് പറഞ്ഞു. വിക്രം, ഒരുപാട് എങ്ങനെ നിന്നോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല വിക്രം. ആ സമയത്ത് വിക്രം വന്നില്ലായിരുന്നെങ്കിൽ താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല വേദയോടാ പറയേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നും മിണ്ടാതെ വിക്രം നേരെ അപ്പുറത്തേക്ക് അങ്ങ് പോയി കേട്ടോ. അതെ, ആ വേദയ്ക്കും ആകെ സങ്കടമായി വിക്രത്തെ കുറ്റപ്പെടുത്തിയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ ജീന നേരെ വേദയുടെ കയ്യിലേക്ക് എല്ലാവരും ഇങ്ങനെ ഒന്ന് പരസ്പരം നോക്കി നിന്നു കുറച്ചു നേരം. അതിനുശേഷം കമല അകത്തേക്ക് പോയി. അതിനു പുറകെ ശ്രീജയും നന്ദിനിയും കയറിപ്പോയി കേട്ടോ. അപ്പൊ വേദയും അതുപോലെ തന്നെ ജീനയും നിൽക്കുക. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. കുട്ടിയോട് പറയാതെ അല്ലേ വിക്രം ഇതെടുത്ത് തന്നത്? കുട്ടി, വിക്രം മോഷണം തുടങ്ങിയെന്ന് മാഷ് പറഞ്ഞതിന് അർത്ഥം ഇതാണല്ലേ? ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. പറയുന്ന വാക്കിന് വില കൊടുക്കുന്നയാളാ വിക്രം. ഏത് സമയത്തും എന്ത് സഹായത്തിനും വിളിക്കാൻ പറ്റുന്ന ഒരാളാ വിക്രം. അതുകൊണ്ട് ഞാൻ വിളിക്കാൻ പോകുന്നത് ആങ്ങളെയാവാൻ ഒരു വയറ്റിൽ തന്നെ ജനിക്കണമെന്നൊന്നും ഇല്ലല്ലോ കുട്ടി. ഉണ്ടോ? ഇത് താൻ വെച്ചോ, സാരമില്ല, ഇനിയും ആവശ്യങ്ങളുള്ളതല്ലേ, ഇത് കയ്യിൽ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞു. വേണ്ട, എന്താണെങ്കിലും അങ്ങനെ പറയാനായിട്ടൊരു മനസ്സുണ്ടായല്ലോ, അത് മതി എനിക്ക് പറഞ്ഞിട്ടാ വേദ അറിയാവുന്നത്.
കേട്ടപ്പോ ആദ്യം ദേഷ്യം ആ കുട്ടിയോട് തോന്നിയത്. പക്ഷെ രാധയ്ക്ക് കിട്ടേണ്ട സൗഭാഗ്യം തട്ടിപ്പറിക്കുന്ന ഒരാളായിട്ടാ എനിക്ക് തോന്നിയത് കേട്ടോ. പക്ഷെ ഇപ്പൊ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, വിക്രമിന്റെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്നത് ശരിക്കും കുട്ടി തന്നെയാണ് എന്ന് പറയാണ് വേദയോട്. അപ്പൊ ദാ വള എന്ന് പറഞ്ഞ് കൈ കൊടുത്തു. എന്നാ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ ജീന ഇറങ്ങിയപ്പോഴത്തേനും അതെ നിൽക്ക് എന്ന് പറഞ്ഞു ഒന്നുകൂടി വേദ. മറ്റടുത്തേക്ക് ചെന്നിട്ട് അതെ ഇനി ഒരാവശ്യം വരുമ്പോ വിക്രമിനെ വിളിക്കുന്നത് പോലെ തന്നെ ജീനിക്ക് എന്നെയും വിളിക്കാം കേട്ടല്ലോ. അപ്പം ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് മാഷേ, വിധിക്കാൻ എളുപ്പമാ മാഷേ, പക്ഷെ മനസ്സിലാക്കാനാ മാഷേ പേട്. എന്നാ വരട്ടെ, എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് വേദയോടും യാത്ര പറഞ്ഞ മാഷിനോട് യാത്ര പറഞ്ഞ ജീത പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് പോയി കേട്ടോ. അപ്പൊ മാഷിന് എന്തോ അടി കിട്ടിയ പോലെ ആയി പോയി കേട്ടോ. അപ്പൊ നമ്മുടെ കമലാമ്മ ആകെ സങ്കടപ്പെട്ട വിക്രത്തിനുള്ള ചായ ഇടുകയാണ്. അപ്പൊ വിക്രം നേരെ അടുത്തേക്ക് വന്നു. അടുത്തേക്ക് വന്നിട്ട് എന്താ അമ്മ എന്ന് ചോദിച്ച് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്താ അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്? എടാ ഇന്നലെ അങ്ങനെ അച്ഛനൊക്കെ പറഞ്ഞപ്പോ നിനക്ക് ആ വളയെടുത്തത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാന്ന് നിനക്ക് പറയായിരുന്നില്ലേ എന്റെ അമ്മേ? അതുകൊണ്ട് എന്താ വ്യത്യാസം? ഞാൻ ചെയ്തത് നന്നായി എന്ന് അച്ഛൻ പറയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അച്ഛനെ എപ്പോഴും കുറ്റപ്പെടുത്തൽ മാത്രമല്ലേ ഉള്ളൂ. അച്ഛന്റെ മനസ്സില് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടൊരു മകനാണ് ഞാൻ. അപ്പോ അത് സ്ഥാപിക്കാൻ വേണ്ടി ഇനിയും അച്ഛൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഞാനായിട്ട് എന്തിനാ അത് ഇരുത്താൻ പോണത്? പക്ഷെ ഇന്നലെ രാത്രി മുഴുവൻ അമ്മ കുറെ സഹിച്ചിട്ടുണ്ടാവും അല്ലേ? സോറി ട്ടോ അമ്മ എന്ന് പറഞ്ഞോ. എല്ലാം തികഞ്ഞവനാണെന്നോ ഒരു തെറ്റും ചെയ്യാത്തവനാണെന്നോ ഞാൻ ഒരിക്കലും അമ്മയോട് പറയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ കാരണം ഇനി ആരുടെയും മുൻപിൽ അമ്മയ്ക്ക് തല കുനിഞ്ഞ് നിൽക്കേണ്ടി വരില്ല. ആ ഉറപ്പ് ഞാൻ തരാം. എന്താ പോരെ എന്ന് ചോദിച്ചു. മോനെ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അയ്യേ എന്റെ കമലാമ്മ കരയാണോ എന്നൊക്കെ പറഞ്ഞ് കമലാമ്മേനെയൊക്കെ ചേർത്ത് പിടിച്ചു വിക്രം. പിന്നെ നമ്മൾ കാണുന്നത് വിക്രത്തിന്റെ റൂമിലേക്ക് വേദ വരികയാണ്. അപ്പൊ വേദയെ കണ്ട ഉടനെ ആ വേദ താൻ എന്താടോ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കേറി പാടോ എന്ന് പറഞ്ഞു. വേദ അതിശയത്തോടെ ഇങ്ങനെ നോക്കുവാണ്. ഇത് വിക്രം തന്നെയാണോ? ഇതെന്തു പറ്റി? എന്നോട് തന്നെയാണോ എന്നൊന്ന് പരിശ്രമിച്ചിട്ട് അകത്തേക്ക് കയറി വരികയാണ്. ഇരിക്കു വേദ എന്ന് പറഞ്ഞു. അപ്പൊ ആള് കട്ടിലിൽ വരുന്നു. എന്താ വിക്രത്തിന് ഇതെന്തു പറ്റി എന്ന് ഓർത്തു. അപ്പൊ വിക്രം ചോദിക്കുകയാണ്, താൻ എന്നോട് സോറി പറയാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിച്ചു. അല്ല ഞാൻ സോറി പറയാൻ വേണ്ടിയിട്ടല്ല വന്നത് എന്ന് പറഞ്ഞു. പിന്നെന്തിനാ? അതെ ഞാൻ കരുതി ഒരു കള്ളനായി എന്നെ തെറ്റിദ്ധരിച്ചതിന് ഒരു സോറി പറഞ്ഞിട്ട് പോവാൻ വേണ്ടി വന്നതാണെന്ന്. ഞാൻ കള്ളനാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചെങ്കിലല്ലേ? അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാം എന്ന് കരുതിയാ വന്നത് എന്ന് പറഞ്ഞു. പിന്നെ വീടിനകത്തൊരു തെമ്മാടിയാണ് എങ്കിലും പുറത്ത് ചിലർക്കെങ്കിലും നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടല്ലോ. ഗുഡ്, കൺഗ്രാറ്റ്സ് എന്ന് പറയണം. താങ്ക് യു. എന്നാ ഒരു കാപ്പി ഇട്ട് തരട്ടെ? എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് വേദ അങ്ങ് പോവാൻ തുടങ്ങിയപ്പോ വേദ ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കാൻ സമയം കിട്ടുമോ? ഒരു മിനിറ്റ് എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ വേദ അതിശയത്തോടെ വിക്രത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഇനി എന്താ വിക്രത്തിന് പറയാനുള്ളതെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.